എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഏകദേശം ഒരു കൊല്ലത്തോളം വെയിറ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ ഇതാ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ റിലീസായി. ഇനി നമുക്ക് ഒട്ടും വൈകാതെ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻസ് റെയിൽവേയുടെ തന്നെ ഇതിൻ്റെ ബാക്കി നോട്ടിഫിക്കേഷൻ, അതായത് RPF, ഗ്രൂപ്പ് D തുടങ്ങിയ ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പലരുടെയും ഒരു സ്വപ്ന ജോലി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ്. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നത് 20-ാം തീയതി ജനുവരി 20-ന് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമെന്ന് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 19 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 20-ാം തീയതി ഇതിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ വഴി നമുക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് പോസ്റ്റ്. ലെവൽ 2 പേ സ്കെയിൽ 19,900 സാലറി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 19,900 അല്ല, ഏകദേശം ഒരു 30,000 പുറത്ത് സാലറി കിട്ടാവുന്ന പോസ്റ്റാണ്. മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. പലർക്കും ഡൗട്ടുള്ള കാര്യമാണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വാക്കൻസി അടക്കം ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 5,696 വാക്കൻസിയാണ് ഇപ്പോൾ എല്ലാ സോണിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5, 6, 9, 6 5,696 വാക്കൻസി. അപ്പോൾ ഫിസിക്കലി ഫിറ്റായിരിക്കണം, മെഡിക്കലി ഫിറ്റായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ആൻഡ് മെഡിക്കലി നിങ്ങൾ ഫിറ്റായിരിക്കണം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്, ITI, ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്താലും മതി. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ റീഡ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ 500 രൂപ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം. SC, ST പിന്നെ പെൺകുട്ടികൾക്കും 250 രൂപ ഫീസ് അടച്ചാൽ മതി. ബാക്കി വരുന്നവർ 500 രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 20 ജനുവരിക്ക് ഇതിൻ്റെ അപേക്ഷ തുടങ്ങും. നോട്ടിഫിക്കേഷൻ അടക്കം അന്ന് വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ്, ആരും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. എക്സാമിന് അധികം സമയം കിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ ഏകദേശം ഒരു 4-5 മാസമൊക്കെയാണ് നമുക്ക് എക്സാമിന് വേണ്ടി ടൈം കിട്ടുള്ളൂ. ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ RPF, ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ജയ് ഹിന്ദ്.